കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആണോ? ലാപ്ടോപ്പ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ഇരുന്ന് കാണുക. ഫസ്റ്റ് റൂള്, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ലാപ്ടോപ്പിൽ മിനിമം 16 GB റാം എങ്കിലും ഉണ്ടായിരിക്കണം. കോഡിംഗ്, ബ്രൗസർ ടാബ്സ്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, ഡോക്കർ ഇതൊക്കെ ഒരുമിച്ച് റൺ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ 8 GB റാമിന് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. മിനിമം 16 GB റാം എങ്കിലും പർച്ചേസ് ചെയ്യണം. ബഡ്ജറ്റ് കുറച്ചും കൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 32 GB എടുക്കുന്നതായിരിക്കും ബെറ്റർ. CPU കേസ് വരാൻ നേരത്ത് യു സീരീസ് ഒക്കെ ഒരു മോശം പ്രോസസർ അല്ല. നിങ്ങളെ യൂസ് കേസ് വെബ് ഡെവലപ്മെന്റ്, പ്രോഗ്രാമിംഗ്, നോർമൽ കോളേജ് വർക്ക് ഒക്കെ ആണെങ്കിൽ മോഡേൺ യു സീരീസ് തന്നെ ധാരാളം. പക്ഷേ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, വിഷ്വൽ സ്റ്റുഡിയോ, ഹെവി കമ്പൈലേഷൻ, ഡോക്കർ, വെർച്വൽ മെഷീൻ ഒക്കെയാണ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ എച്ച് സീരീസ് ഉള്ള പ്രോസസർ എടുക്കുന്നതായിരിക്കും ബെറ്റർ ചോയ്സ്. നിങ്ങളുടെ ടാർഗറ്റ് മാക്ബുക്ക് ആണെങ്കിൽ മാക്ബുക്ക് എയർ എം സീരീസ് വരുന്ന ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. ബെറ്റർ ബാറ്ററി, ബെറ്റർ പെർഫോമൻസ്, ബെറ്റർ ഡിസ്പ്ലേ, യുണീക്സ് ബേസ് ചെയ്തിട്ടുള്ള ടെർമൽ എൻവയോൺമെന്റ് ആണ് വരുന്നത്. അത് ഡെവലപ്പേഴ്സിന് കുറച്ച് കൺവീനിയന്റ് ആണ്. മാക്ബുക്ക് എടുക്കുമ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് iOS ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇനി സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ചെയ്യുന്ന പാർട്ടാണ് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സും ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സും. അത് മെയിൻ ആയിട്ട് ലേഡീസിന്. പ്രോഗ്രാമിംഗ്, വെബ് ഡെവലപ്മെന്റ്, നോർമൽ കോളേജ് വർക്ക്, സൂം മീറ്റിംഗ്, വേഡ്, പ്രസന്റേഷൻ ഇതൊക്കെയാണ് നിങ്ങളെ യൂസ് കേസ് എങ്കിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് മതി. നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യമേ ഇവിടെ വരുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഹെവി ആയിട്ട് ഗ്രാഫിക്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ഗെയിം ഡെവലപ്മെന്റ് നമുക്ക് ഹെവി ആയിട്ട് ഗ്രാഫിക്സ് കാർഡിന്റെ ആവശ്യം വരും. സോ ആ സമയത്ത് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പ് വാങ്ങുന്നതായിരിക്കും നിങ്ങൾ അഡ്വാൻറ്റേജ്. ഇനി വരാൻ പോണ കാലത്ത് AI മെഷീൻ ലേണിംഗ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അതൊക്കെ ലോക്കലി ആയിട്ട് എന്ത് ചെയ്യണം, റൺ ചെയ്യുകയും വേണം. അതിനൊക്കെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയാലും ബിസിനസ് ലാപ്ടോപ്പ് ആയാലും നിങ്ങൾ ഈ ലാപ്ടോപ്പിന്റെ കൂടെ ഒരു എക്സ്റ്റേണൽ കീബോർഡ്, ഒരു എക്സ്റ്റേണൽ മൗസ്, സ്റ്റാൻഡ്, ഈ 3 ഐറ്റംസും കൂടി വാങ്ങും. ഇത് നിങ്ങളെ ലാപ്ടോപ്പിന്റെ ലൈഫ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും. പിന്നെ വരുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഒരു നല്ലൊരു IPS പാനൽ മാത്രം മതി. പക്ഷെ സ്റ്റോറേജ് ആണ് ഇമ്പോർട്ടന്റ്. മിനിമം 512 GB എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി കോളേജ് ലൈഫിന്റെ ഫോട്ടോസും വീഡിയോസും അതേപോലെ ഇഷ്ടംപോലെ പ്രോജക്റ്റ് ഒക്കെ ബാക്കപ്പ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ 1 TB എടുക്കുന്നതായിരിക്കും നല്ലത്. സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന ലാപ്ടോപ്പിൽ മിനിമം 16 GB റാം ഉണ്ടായിരിക്കണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ ആയിരിക്കണം. സ്റ്റോറേജ് 512 അല്ലെങ്കിൽ 1 TB തന്നെ ആയിരിക്കണം. ഡിസ്പ്ലേ ഒരു ഡീസന്റ് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആയിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആക്സസറീസും വാങ്ങിയിരിക്കുക. ഈ വീഡിയോ കാണുന്ന കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസും എഞ്ചിനീയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിന്റെ പേരും പ്രൈസും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഒരു ഹെൽപ്പ് ആവട്ടെ.